ഓപ്പൺ ഫോറം. തുറസിന്റെ തുറമുഖങ്ങൾ. പ്രക്ഷേപണത്തിന്റെ 75 സംവത്സരങ്ങൾ പിന്നിടുന്ന ആകാശവാണി കോഴിക്കോട് നിലയത്തെക്കുറിച്ചുള്ള ഓർമ്മകളുമായി ഒരു പരമ്പര. ഓർമ്മയുടെ അറകൾ. ഇപ്പോ താഴ്വരയാകെ പൂത്തു നിൽക്കുകയാവും. പുല്ലുകൾ പോലും പൂവിട്ട് നിൽക്കുന്ന കാലം അല്ലേ? അതെ, നിറയെ പൂക്കളാണ്. ഞാൻ ആ താഴ്വരയുടെ സൗന്ദര്യം നുകർന്ന് വളർന്നവനാണ്. കോളേജ് പഠിക്കുമ്പം ഞാൻ കവിതകൾ എഴുതുമായിരുന്നു. കാശ്മീരി ഭാഷയിൽ. മിക്കതും പ്രകൃതി വർണ്ണനകൾ, പിന്നെ ചില പ്രണയ കവിതകൾ. വന്ദ ചലി ഷീൻ ഗലിത് മെയി യേ ബഹാർ. ഇത് ഞാൻ എഴുതിയതല്ല കേട്ടോ, ഗുലാം അഹമ്മദ് മജൂറിന്റെ കവിതയാണിത്. ആകാശവാണി ശ്രോതാക്കൾക്ക് പ്രിയങ്കരമായ ശബ്ദമാണ് അബ്ദുള്ള നന്മണ്ടയുടേത്. കോഴിക്കോട് ആകാശവാണിയിൽ പ്രോഗ്രാം എക്സിക്യൂട്ടീവായിരുന്ന നാടക കലാകാരനായ അബ്ദുള്ള നന്മണ്ടയാണ് ഇന്ന് ഓർമ്മയുടെ അറകളിൽ തന്റെ ആകാശവാണി അനുഭവങ്ങൾ ഓർത്തെടുക്കുന്നത്. ആകാശവാണിയിൽ 3 വിഭാഗങ്ങളുണ്ടല്ലോ. പ്രോഗ്രാം വിഭാഗം, പ്രോഗ്രാം ശ്രോതാക്കളിൽ എത്തിക്കുന്ന എഞ്ചിനീയറിംഗ് അഥവാ സാങ്കേതിക വിഭാഗം, അതുപോലെ തന്നെ ഓഫീസ് അഥവാ ഭരണ വിഭാഗം. പ്രക്ഷേപണം കാര്യക്ഷമമായിട്ട് നടക്കണമെങ്കിൽ ഈ 3 വിഭാഗങ്ങളുടെയും യോജിച്ചുള്ള പ്രവർത്തനം അനിവാര്യമാണ്. പ്രക്ഷേപണം ഒരു കലയാണ്. അപ്പോൾ നമ്മുടെ സ്റ്റുഡിയോയിൽ മൈക്കിന് മുമ്പിൽ ഇരിക്കുന്നത് ആകാശവാണി പ്രക്ഷേപകനായിട്ടുള്ള അബ്ദുള്ള നന്മണ്ടയാണ്. നമസ്കാരം. നമസ്കാരം. കോഴിക്കോട് ആകാശവാണിയിൽ കുറച്ച് കാലത്തിന് ശേഷം വരുമ്പോൾ എന്താണ് ഉള്ളിലുള്ള ചിന്തകൾ? ചെറുപ്പം മുതൽക്ക് ആകാശവാണിയിലെത്താനുള്ള കലാപരവും ബൗദ്ധികവുമായ മത്സരത്തിൽ 2 തവണ തോറ്റു മടങ്ങിയവനാണ് ഞാൻ. മുമ്പ് പത്രപ്രവർത്തകനായപ്പോഴും പിന്നീട് അധ്യാപകനായിരുന്നപ്പോഴും മോഹം അത് തന്നെയായിരുന്നു. ആദ്യത്തെ 2 തവണയും ഞാൻ തോറ്റു മടങ്ങി. അങ്ങനെ ഇരിക്കെയാണ് പത്രത്തിലൊരു പരസ്യം കണ്ടത്. കോഴിക്കോട് ആകാശവാണിയിൽ വിദ്യാഭ്യാസ പ്രക്ഷേപണ വിഭാഗത്തിലേക്ക് ഒരു അസിസ്റ്റന്റ് എഡിറ്ററുടെ ആവശ്യമുണ്ട്, അതിന് അപേക്ഷകൾ ക്ഷണിക്കുന്നു എന്ന്. തുടക്കത്തിൽ ഞാനത് അവഗണിച്ചു. കാരണം എനിക്ക് എത്തിപ്പെടാൻ പറ്റാത്തൊരു മേഖലയാണെന്ന് 2 തവണയും ഞാൻ അനുഭവിച്ചറിഞ്ഞതാണല്ലോ. പക്ഷേ എൻ്റെ സുഹൃത്തുക്കളായ അധ്യാപക സുഹൃത്തുക്കൾ എന്നോട് പറഞ്ഞു, ഇതിന് മാഷ് അപേക്ഷിക്കണം. കാരണം ഇതിൽ പറഞ്ഞിരിക്കുന്ന യോഗ്യതകൾ: 1 ബിരുദം, 2 എഡ്യൂക്കേഷണൽ ടെക്നോളജിയിൽ ബിരുദം, 3 അധ്യാപന പരിചയം, 4 ജേർണലിസം, 5-മത്തത് ആനുകാലിക പ്രസിദ്ധീകരിച്ച സൃഷ്ടികൾ. ഇതൊക്കെയാണ് ഇതിന് അനിവാര്യമായിട്ട് വേണ്ടത്. എന്തായാലും അപേക്ഷിക്കണം എന്ന് പറഞ്ഞു. ശരി, ഞാനതിന് വഴങ്ങി അപേക്ഷ അയച്ചു. റിട്ടൺ ടെസ്റ്റിനും ഇൻ്റർവ്യൂവിനും വോയിസ് ടെസ്റ്റിനും വന്ന് അതിൽ ഞാൻ വിജയിച്ചു. അതിൻ്റെ ഫലമായിട്ട് ഒരു 2 മാസത്തിൻ്റെ ഉള്ളിൽ തന്നെ എനിക്ക് നിയമന ഉത്തരവ് കിട്ടി. അങ്ങനെ 1979 ജൂൺ 22-ാം തീയതി ആകാശവാണിയുടെ വാതിലുകൾ എനിക്ക് മുമ്പിൽ തുറന്നു തന്നു. ഭാർഗവി നിലയം എന്ന സിനിമയിൽ ഭാർഗവി നിലയത്തിലേക്ക് മധു കടന്നു വരുമ്പോൾ ഒരു വാചകമുണ്ടല്ലോ, ഓർമ്മിക്കുന്നുണ്ടാവും. എനിക്ക് വേണ്ടി ഇതേവരെ കാത്തുനിന്ന മനോഹരമായ ഭവനമേ നമസ്കാരം, എനിക്ക് നീ ആശിസ്സുകൾ നേരുക എന്ന്. അതുപോലെ തന്നെ ആകാശവാണിയുടെ ഗേറ്റിന് മുമ്പിൽ ഇവിടെ ചേരാൻ വേണ്ടി വന്നു നിന്ന എൻ്റെ മനസ്സിലും ആദ്യമായി തോന്നിയത് ഇങ്ങനെയാണ്: എനിക്ക് വേണ്ടി ഇതേവരെ കാത്തുനിന്ന പ്രക്ഷേപണ നിലയമേ നമസ്കാരം, എനിക്കായി നീ ആശിസ്സുകൾ നേരുക എന്ന്. അപ്പോൾ ആ സമയത്ത് ആരൊക്കെയാണ് ഇവിടെ ജോലി ചെയ്തിരുന്നത്? അന്നിവിടെ 3 പ്രോഗ്രാം എക്സിക്യൂട്ടീവുമാരാണ് ഉണ്ടായിരുന്നത്. ഒന്ന് GS ശ്രീകൃഷ്ണൻ, അദ്ദേഹം ഇവിടുത്തെ സ്റ്റേഷൻ ഡയറക്ടറായി. പിന്നീട് മറ്റൊന്ന് സുശീല വിജയരാഘവൻ, അവരും ഇവിടുത്തെ ഡയറക്ടറായി. 3-മത്തത് NS ഐസക്, അദ്ദേഹം പിന്നീട് ഡെപ്യൂട്ടി ഡയറക്ടറായി സ്ഥലം മാറിപ്പോയി. പിന്നീടുണ്ടായിരുന്നത് കക്കാട് മാഷാണ്, NN കക്കാട്. അദ്ദേഹം പ്രൊഡ്യൂസറായിരുന്നു, സാഹിത്യ വിഭാഗം. മറ്റൊന്ന് മള്ളൂർ രാമകൃഷ്ണൻ, അദ്ദേഹം നാടക വിഭാഗത്തിൻ്റെ പ്രൊഡ്യൂസറായിരുന്നു. അബ്രഹാം ജോസഫ് വയലും വീടും FRO ആയിരുന്നു. മറ്റൊന്ന് കുടുംബക്ഷേമ പ്രക്ഷേപണത്തിൽ MCP നമ്പ്യാർ EO ആയിട്ട് അദ്ദേഹം ഉണ്ടായിരുന്നു. കൂടുതലായിട്ടും ഏറ്റവും ഉയർന്ന തസ്തികയിൽ ജോലി ചെയ്തിരുന്നത് ഇവരൊക്കെയാണ്.
ഞാൻ അസിസ്റ്റൻ്റ് എഡിറ്ററായിട്ടാണ് ഇവിടെ ജോയിൻ ചെയ്യുന്നത് എങ്കിലും അപ്പോൾ ഉണ്ടായിരുന്ന മറ്റ് അസിസ്റ്റൻ്റ് എഡിറ്റർമാർ 1 KA കൊടുങ്ങല്ലൂർ, 2 വിനയൻ, 3 VS ഹർഷവർദ്ധനൻ, AP മെഹ്റലി, ഇബ്രാഹിം മണിഖ്വാൻ, മറ്റൊന്ന് G ഭാർഗവൻപിള്ള. ഇത്രയും അസിസ്റ്റൻ്റ് എഡിറ്റർമാരുടെ ഇടയിലേക്കാണ് ഞാനും എൻ്റെ ജോലിയുമായിട്ട് വരുന്നത്. മറ്റ് ജോലികളായിട്ട് പിന്നെ PS നമ്പീശൻ, ഖാൻകാവിൽ, PP ശ്രീധരൻ ഉണ്ണി, M പുഷ്പകുമാരി ഇവരൊക്കെ ഉണ്ട്. അച്യുതൻകുട്ടി ന്യൂസിലുണ്ട്. പിന്നെ ന്യൂസ് സെക്ഷനിൽ പെരുന്ന KN നായരാണെന്ന് ന്യൂസ് എഡിറ്ററായിട്ടുള്ളത്. വെൺമണി വിഷ്ണുവും രത്നാഭായിയുമാണ് ന്യൂസ് റീഡർമാരായിട്ടുള്ളത്. മുരളി മനോഹർപ്രസാദും KV പ്രഭാകരനും കോപ്പിസ്റ്റുകളായിരുന്നു. പിന്നീടാണ് അവർ ട്രാൻസ്മിറ്റ് എക്സിക്യൂട്ടീവായി മാറിയത്. അപ്പോൾ ഇവിടെ ആകാശവാണിയിൽ കടന്നു വരുമ്പോൾ എന്തായിരുന്നു ഒരു വികാരം? ഇത്ര വലിയൊരു സ്ഥാപനത്തിൻ്റെ ഭാഗഭാക്കായതിനുള്ള ഒരു അഭിമാനമാണോ? എന്തായിരുന്നു അത്? തീർച്ചയായിട്ടും അതിനാണ്. നാളേറെയായി ആഗ്രഹിച്ചുകൊണ്ടിരുന്ന, അതിനുവേണ്ടി മാത്രം ജീവിക്കണം എന്ന് ആഗ്രഹിച്ചിരുന്ന ഒരു വ്യക്തി ഇങ്ങനെയൊരു സ്ഥാപനത്തിലേക്ക് കടന്നു വരുമ്പോൾ സ്വാഭാവികമായിട്ടും അവരതിനെയൊക്കെ സന്തോഷത്തോടുകൂടി സ്വീകരിക്കുകയാണല്ലോ ചെയ്യുക. എല്ലാ അനുഭവങ്ങളും അന്ന് എനിക്ക് ഒരു വളരെ ആദരവോടുകൂടി സ്വീകരിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ്, ആസ്വദിക്കാൻ കഴിഞ്ഞു എന്നതാണ്. ആകാശവാണി ജീവിതം എനിക്കൊരു ആസ്വാദനത്തിൻ്റെ മേഖലയായിരുന്നു, ഒരു ജോലിയായി തോന്നിയിട്ടേ ഇല്ല. അപ്പോൾ എങ്ങനെയായിരുന്നു അന്ന് ഈ ജോലിയുടെ ഒരു സ്വഭാവം? വന്ന് കയറിയപ്പോൾ വിദ്യാഭ്യാസ പ്രക്ഷേപണ വിഭാഗം തുടങ്ങിയിരുന്നില്ല. അന്ന് മെഹ്റലി ആയിരുന്നല്ലോ അസിസ്റ്റൻ്റ് എഡിറ്റർ. അദ്ദേഹം പിന്നീട് വിദ്യാഭ്യാസ വിഭാഗത്തിൻ്റെ പ്രൊഡ്യൂസറായി NK കലാവതി പ്രൊഡക്ഷൻ അസിസ്റ്റൻറ്റുമായി യൂണിറ്റ് രൂപീകരിച്ചു. അതിൽ പിന്നീടാണ് ഈ വിദ്യാഭ്യാസ പ്രക്ഷേപണം തുടങ്ങിയത്. വിദ്യാഭ്യാസ പ്രക്ഷേപണം എന്ന് പറഞ്ഞാൽ 2 വിഭാഗത്തിൽ പ്രധാനമായിട്ടും ഉണ്ടായിരുന്നു. ഒന്ന് വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ടുള്ള പരിപാടി, രണ്ടാമത്തത് അധ്യാപകർക്ക് വേണ്ടിയുള്ള പരിപാടി. വിദ്യാർത്ഥികൾക്ക് വേണ്ടിയുള്ള പരിപാടി രാവിലെ 7:35 ചിത്രീകരണം അതുപോലെയുള്ള ചെറിയ പഠനാനുഭവങ്ങളൊക്കെ വെച്ചുകൊണ്ടുള്ളതായിരുന്നു. രണ്ടാമത്തത് അധ്യാപകർക്ക് വേണ്ടിയുള്ള പരിപാടി രാത്രി 9:16 അത് മിക്കവാറും ചർച്ചയോ ഇൻ്റർവ്യൂവോ അല്ലെങ്കിൽ പ്രഭാഷണമൊക്കെ ആയിട്ടാണ്. മൂന്നാമതൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു, അതാണ് നോൺ ഫോമൽ എഡ്യൂക്കേഷൻ. കേരള ഗവൺമെൻറ്റിൻ്റെ സാക്ഷരതാ മിഷൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഇത് തുടങ്ങിയത്. അത് വഴിവിളക്ക് എന്ന പേരിലാണ് പ്രക്ഷേപണം ചെയ്തത് രാത്രി 7:35. അതിലും നാടൻ കലകളും പാട്ട്, ചിത്രീകരണം, സാക്ഷരതയുടെ അനുഭവങ്ങൾ, പുതിയ നവസാക്ഷരതയെക്കുറിച്ചുള്ള ഒരു ഇൻ്റർവ്യൂ, ഇതൊക്കെയാണ് അവതരിപ്പിച്ചിരുന്നത്. ആ പരിപാടിയാണ് എനിക്ക് അന്ന് ഏറ്റവും അധികം ഇഷ്ടപ്പെട്ട്. അതിന് കാരണമുണ്ട്. ഒരു നവസാക്ഷരയെ ഇൻ്റർവ്യൂ ചെയ്യാൻ വേണ്ടി ഞാൻ കോഴിക്കോട് കുറ്റിച്ചിറയുടെ ആ ഭാഗത്ത്, എനിക്ക് തോന്നുന്നു പരപ്പിൽ ആ ഭാഗത്താണ് തോന്നുന്നുണ്ട്, ഞാൻ പോയി. ഒരു വീട്ടിൽ, ഒരു സാധാരണ വീട്ടിലാണ് പോയത്. അവിടേക്ക് എത്തി ഞാൻ എൻ്റെ കാര്യം പറഞ്ഞു. അവിടെയുള്ളൊരു സ്ത്രീയെ കണ്ട്, നിങ്ങൾ ഇങ്ങനെ നവസാക്ഷരയാണല്ലോ, അക്ഷരമൊക്കെ പഠിച്ചു തുടങ്ങിയില്ലേ എന്നൊക്കെ പറഞ്ഞ് വളരെ സന്തോഷത്തോടെ അതേന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഒരു അഭിമുഖം എടുക്കാൻ വന്നതാണ്, നമുക്കൊന്ന് റെക്കോർഡ് ചെയ്തുകൂടെ എന്ന് ചോദിച്ചു. ഓ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ എൻ്റെ മെഷീനൊക്കെ ശരിയാക്കി വെച്ച് മൈക്കിലേക്ക് വന്ന് ഇരിക്കാൻ പറഞ്ഞു. അത് വേണ്ട, അങ്ങനെയൊന്നും വേണ്ട, ആ കോലിങ്ങൾ ഇങ്ങോട്ട് തന്നാളി ഈ വിരിൻ്റെ ഉള്ളിലേക്ക് എന്ന് പറഞ്ഞു. ഈ കർട്ടൻ്റെ പിന്നിലേക്ക് തന്നാച്ചാൽ മതി, ഞാൻ ഇവിടെ നിന്ന് പറഞ്ഞോളാമെന്ന്. അതെനിക്ക് വല്ലാത്തൊരു അനുഭവമായിരുന്നു. അപ്പോൾ ഞാൻ എൻ്റെ ചോദ്യം ചോദിക്കും, ഈ മൈക്ക് കർട്ടൻ്റെ പിന്നിലൂടെ ഈ സ്ത്രീക്ക് കൈമാറും, അവരതിന് മറുപടി പറയും, വീണ്ടും ഞാനത് തിരിച്ചു വാങ്ങി വീണ്ടും ചോദിക്കും. അങ്ങനെയാണ് ആ പരിപാടി റെക്കോർഡ് ചെയ്തത്. ഇതിൻ്റെ അനന്തരഫലം എന്നാണെന്ന് ചോദിച്ചാൽ, ഈ നവസാക്ഷരരുടെ പരിപാടി, ഈ സാക്ഷരതാ മിഷൻ്റെ പരിപാടി, അനൗപചാരിക വിദ്യാഭ്യാസം പ്രക്ഷേപണം തുടങ്ങി കുറേ കാലം കഴിഞ്ഞപ്പോഴാണല്ലോ കേരളം സമ്പൂർണ്ണ സാക്ഷരത നേടിയെന്ന പ്രഖ്യാപനം വന്നത്. ഏകദേശം ആ സമയത്ത് ഞാൻ വീണ്ടും ഈ സ്ത്രീയെ ഇൻ്റർവ്യൂ ചെയ്യാൻ പോയി. വീട്ടിലെത്തിയപ്പോൾ മുൻപത്തെ മാതിരി ഒന്നുമല്ല പ്രതികരണം. വളരെ ചിരിച്ചുകൊണ്ട് ആ വെരി സാർ എന്ന് പറഞ്ഞ് ഇരുത്തി. പിന്നെ എന്തൊക്കെയാണെന്ന് ഇങ്ങോട്ട് ചോദിച്ചു. ഞാൻ പറഞ്ഞിങ്ങനെ, നിങ്ങൾ മുമ്പ് ഞാനിവിടെ വന്നു, ഓർമ്മയുണ്ട്, ഞാൻ കേട്ടു, പരിപാടി നന്നായിരുന്നു, ഇപ്പം ഞാൻ വീണ്ടും നിങ്ങളുടെ ഒരു അഭിമുഖം എടുക്കാൻ വന്നതാണെന്ന് പറഞ്ഞു. ഇരിക്കണം സാർ എന്ന് ഇരുന്ന് ഒരു കസേര വരിച്ചിട്ട് എൻ്റെ മുമ്പിലിരുന്നു. ധൈര്യത്തോടു കൂടിയാണ് പിന്നീട് സംസാരിക്കുന്നത്. മുമ്പത്തെ ആ സ്ത്രീ അല്ല, ഈ സാക്ഷരത നേടിയപ്പോൾ പിന്നീട് ഞാൻ കണ്ടത് ഇതൊരു വലിയ മാറ്റമായിരുന്നു. ഇതിന് കാരണം ആകാശവാണിയായിരുന്നു. മറ്റൊരു പ്രസ്ഥാനത്തിനും അന്ന് ഈ കേരളം സമ്പൂർണ്ണ സാക്ഷരതയിലെത്തിക്കാൻ കഴിയുമായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നില്ല. ആ ഒരു അനുഭവം അന്ന് എനിക്കുണ്ടായി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ മുമ്പ്, എൻ്റെ വളരെക്കാലം മുമ്പ് കോളേജിൽ പഠിക്കുമ്പോൾ എൻ്റെ മനസ്സിലുണ്ടായിരുന്ന ഒരു ആഗ്രഹത്തിന് ഒരു പൂർത്തീകരണം കിട്ടിയത്. അതാണ് ഏറ്റവും വലിയൊരു സന്തോഷം. കോളേജ് ഹോസ്റ്റലിൽ, ഞാൻ ഫാറൂഖ് കോളേജിലാണ് പഠിച്ചത്, അവിടുത്തെ പ്രസിഡൻസ് ഹോസ്റ്റലിൽ താമസിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒഴിവുള്ള വൈകുന്നേരങ്ങളിൽ എൻ്റെ റൂമിൽ ഒറ്റയ്ക്കിരുന്ന് ഞാൻ അന്നത്തെ പത്രം
റേഡിയോ അവതാരകരെ പോലെ, ആകാശവാണിയിലെ വാർത്താ അവതാരകരെ പോലെ വായിക്കുമായിരുന്നു. അത് കേട്ടിട്ട് അടുത്ത മുറിയിൽ നിന്ന് പോലും എൻ്റെ സഹപാഠികൾ വന്ന് ഇത് കേട്ടിരിക്കുമായിരുന്നു. അന്നേ ഉള്ള ഒരു മോഹമായിരുന്നു ആകാശവാണിയിൽ വാർത്താവതാരം ആവുക എന്നത്. അത് സഫലീകരിച്ചത് അന്ന് ഇവിടെ ന്യൂസ് എഡിറ്റർ ആയിരുന്നപ്പോൾ പെരുന്ന KN നായർ ഒരു ദിവസം വൈകുന്നേരം വന്നിട്ട് എന്നോട് ചോദിച്ചു, അബ്ദുള്ള, നിങ്ങൾക്ക് ഇന്നത്തെ ബുള്ളറ്റിൻ ഒന്ന് വായിക്കാമോ എന്ന്. 6:15 അന്ന് വാർത്താ ബുള്ളറ്റിൻ. ഞാൻ പറഞ്ഞു, വളരെ സന്തോഷം, ഞാൻ വായിക്കാമെന്ന് പറഞ്ഞ്. എന്നോട് പറഞ്ഞു, ഒരു അരമണിക്കൂർ മുമ്പേ എന്നാൽ സെക്ഷനിലോട്ട് വരണമെന്ന് പറഞ്ഞു. ഞാൻ ഒരു അരമണിക്കൂർ മുമ്പേ സെക്ഷനിൽ പോയി വായിക്കാനുള്ള കുറേ കാര്യങ്ങൾ എൻ്റെ കയ്യിൽ തന്നു. എന്നോട് ധൈര്യമായിട്ട് പോയിട്ട് വായിച്ചാൽ മതി. ഞാൻ വന്ന് സ്റ്റുഡിയോയിലിരുന്ന് എൻ്റെ ലൈവ് സ്റ്റുഡിയോയിൽ സിഗ്നൽ തന്നു. ഞാൻ വായിക്കാൻ തുടങ്ങി. അതാണ് ചരിതാർത്ഥ്യമുള്ള ഏറ്റവും വലിയ ഭാഗ്യമെന്ന് വിചാരിക്കുന്നത്. അങ്ങനെ ആകാശവാണിയിൽ ആദ്യമായിട്ട് വാർത്ത വായിച്ചപ്പോൾ പിറ്റേന്ന് കൊടുങ്ങല്ലൂർ തുടങ്ങിയ കുറേ ആൾക്കാർ എന്നോട് പറഞ്ഞു, ഇരുത്തം വന്ന ഒരു ന്യൂസ് റീഡറാണ് കേട്ടോന്ന്. അത് തുടങ്ങി പെരുന്ന KN നായരും പിന്നീട് PCC രാജ ന്യൂസ് എഡിറ്ററായി വന്നപ്പോഴും അനവധി പ്രാവശ്യം എന്നെ വാർത്ത വായിക്കാൻ വിളിച്ചു. വൈകുന്നേരത്തെ വാർത്ത മാത്രമല്ല, രാവിലെ 6:45 പ്രാദേശിക വാർത്തയും വായിക്കാൻ തുടങ്ങി. 6:45 പ്രാദേശിക വാർത്ത വായിക്കണമെങ്കിൽ ചുരുങ്ങിയത് 4:30-5 മണിക്കെങ്കിലും ഇവിടെ എത്തിയിരിക്കണം. 1 മണിക്കൂർ എനിക്ക് യാത്ര ചെയ്യേണ്ടതുണ്ട് മോട്ടോർ ബൈക്കിന്. എൻ്റെ വീട്ടിൽ നിന്ന് അപ്പോൾ എപ്പോഴും ഞാൻ എഴുന്നേൽക്കണം എന്ന് ആലോചിച്ച് നോക്കുക. 3:30 3 മണിക്കോ എഴുന്നേറ്റ് കുളിച്ച് തയ്യാറായി നല്ല കോരിച്ചൊരിയുന്ന മഴയത്ത് പോലും ഒരു 2 വീലറിന് ഞാനിവിടെ എത്തി വാർത്ത വായിച്ചിരുന്നത് പ്രതിഫലത്തിന് വേണ്ടിയായിരുന്നില്ല, എൻ്റെ ആഗ്രഹ പൂർത്തീകരണത്തിന് വേണ്ടി മാത്രമായിരുന്നു. ഓർമ്മയുടെ അറകളിൽ ഇതുവരെ പങ്കെടുത്ത് സംസാരിച്ചത് അബ്ദുള്ള നന്മണ്ട. ഇതിന്റെ ബാക്കി ഭാഗം അടുത്ത ബുധനാഴ്ച രാവിലെ ഇതേ സമയത്ത്. പ്രക്ഷേപണത്തിന്റെ 75 സംവത്സരങ്ങൾ പിന്നിടുന്ന ആകാശവാണി കോഴിക്കോട് നിലയത്തെക്കുറിച്ചുള്ള ഓർമ്മകളുമായി ഒരു പരമ്പര. ഓർമ്മയുടെ അറകൾ. ഓപ്പൺ ഫോറം. തുറസിന്റെ തുറമുഖങ്ങൾ.